ഓക്കെ, നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ പറഞ്ഞു. അപ്പോൾ അതൊരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞു. അത് ഇതേമാതിരി ഡിസ്ക്രീറ്റ് കളക്ഷൻ ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂവസ് കളക്ഷൻ ആവാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനെ എങ്ങനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കളക്ഷൻ ഓഫ് എക്സ് എൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ് ടു മൈ സെൽഫോൺ ഓൺ ഡേ എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതിന് പോസിബിൾ വാല്യൂസ് നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ് എൻ്റെ സെൽഫോണിലേക്ക് 0, 1, 2 എക്സെട്ര. ഇവിടെ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ് ടു മൈ സെൽഫോൺ ഡ്യൂറിങ് 0t. വീണ്ടും അതിൻ്റെ പോസിബിൾ വാല്യൂസ് 0, 1, 2 എക്സെട്ര. ഇതെന്ത് തരം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞത് ഡിസ്ക്രീറ്റ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ്. ഇവിടെ കണ്ടിന്യൂസ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ രണ്ട് ടൈപ്പിലുള്ള സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെയാണ് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോസിബിൾ വാല്യൂസ് എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനെ സ്റ്റഡി ചെയ്യണം. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എൻ സ്റ്റഡി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് സ്റ്റഡി ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എൻ നമുക്കറിയാം സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 up to infinity x multiplied by probability that xn equal to x. അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റീസ് അറിയണം. അതിനെ നമ്മൾ വിളിക്കുന്നത് ഈ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയാണെങ്കിലോ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ടി ഇതേമാതിരി സമ്മേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 to infinity. ഇപ്പോൾ പോസിബിൾ വാല്യൂസ് 0, 1, 2 അങ്ങനെ വാല്യൂ ചെയ്യും. എക്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടി ഈക്വൽ ടു. അപ്പോൾ എക്സ് ടിയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ എക്സ് എനും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, എക്സ് ടി എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇനീഷ്യലി എന്താണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് അറിയാൻ വിചാരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എക്സ് നോട്ട് എന്നുള്ള റാൻഡം വേരിയബിൾ അതാണ് ആദ്യത്തെ റാൻഡം എന്ന് വിചാരിക്കും. ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ്. അതിൻ്റെ പ്രോബബിലിറ്റി സപ്പോസ് വി നോ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് ഇത് അറിയാമെന്ന് വിചാരിക്കും. ഫോർ എക്സ് ഈക്വൽ ടു 0, 1, 2 etc. For example, probability that x not equal to 0 that is equal to 1 and all other probabilities are equal to 0. X not equal to 1 all probability is 0. Another probability that x not equal to 2 all probability is 0 etc. Okay. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇനീഷ്യൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എക്സ് എന്നിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതേമാതിരി എക്സ് ടിയുടെ കേസിലായാലും നമുക്ക് ഇതേ കാര്യം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമുക്കിത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് എൻ വിത്ത് പോസിബിൾ വാല്യൂസ് ലൈക്ക് ദി 0, 1, 2 ആവണമെന്ന് നിർബന്ധമില്ല. അത് ഒരു ഡിസ്ക്രീറ്റ് കളക്ഷൻ ആവണമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് തന്നിരിക്കേ എക്സ് നോട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കേ ഹൗ ക്യാൻ വി ഫൈൻഡ് എക്സ് ഇൻ. അപ്പോൾ നമ്മുടെ ഐഡിയ പറഞ്ഞു ഈ പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഐ ഇത് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഐ. ഇതിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്. ഫോർ ഡിഫറെൻറ്റ് ഐ ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഇത് എങ്ങനെ ഇനി ആവണമെന്നില്ല കേട്ടോ. പോസിബിൾ വാല്യൂസ് 0, 1, 2 ആവണം നിർബന്ധമില്ല. അപ്പോൾ പി ഓഫ് എക്സ് എൻ ഇത് ടു ബി ഫൗണ്ട് ഇത് ഗിവൺ. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ഐ ഇതിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ഐനെ നമുക്ക് പി ഓഫ് എക്സ് വൺ ഈക്വൽ ടു
I given x not equal to j. ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമുക്ക് ഇതിനോ ഈക്വൽ ആക്കണമെങ്കിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജെയുടെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ജെ ക്യാൻ ബി എനി ഓഫ് ദി 0, 1, 2. സോ ജെ വാരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ഐ എവിടെ നിന്ന് കണ്ടുപിടിക്കാം? എക്സ് നോട്ട് ഈക്വൽ ടു ജി. ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി കണ്ടുപിടിക്കാം. പക്ഷെ അതിന് ആരെ വേണം? നമുക്ക് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി വേണം. ഓക്കെ, സപ്പോസ് നമുക്ക് ഇത് അറിയാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ x2ൻ്റെ കാര്യം എടുക്കാം. x2 ഈക്വൽ ടു ഐ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതേമാതിരി നമ്മൾ എഴുതുകയാണെങ്കിൽ സമ്മേഷൻ ജെ ഈക്വൽ ടു 0 to infinity probability that x2 equal to I given x naught equal to j multiplied by p of x naught equal to j. അപ്പോൾ ഇതേമാതിരി നമുക്ക് ജനറലി ഏത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് എന്തായി? എക്സ് നോട്ട് തന്നിരിക്കെ x1 കണ്ടീഷൻ പ്രോബബിലിറ്റി, ഇവിടെ എക്സ് നോട്ട് തന്നിരിക്കെ x2ൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് 1 സ്റ്റെപ്പ് പ്രോബബിലിറ്റി എന്ന് വിളിക്കാം. കാരണം എക്സ് നോട്ട് തന്നു, അതിൽ നിന്ന് x1. അപ്പോൾ ഒരു സ്റ്റെപ്പിലേക്കുള്ള ഇതേമാതിരിയുള്ള കണ്ടീഷൻ പ്രോബബിലിറ്റി എല്ലാം നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കി 2 സ്റ്റെപ്പാണ്. എക്സ് നോട്ട് തന്നു, അതിൽ നിന്ന് x2 ഇൻഫർമേഷൻ. ഇതിനെ നമ്മളൊന്നും കൂടെ ഫർദർ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇതേമാതിരി സമ്മേഷൻ ജെ ഈക്വൽ ടു 0 to infinity probability that x2 equal to I given x1 equal to some value, say I1, comma x0 equal to j multiplied by p of x0 equal to j. അപ്പോൾ ഇവിടെ നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അഡീഷണൽ ഇൻഫർമേഷൻ്റെ പ്രോബബിലിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എഴുതുന്നതിനേക്കാൾ മുമ്പ് പി ഓഫ് x1 ഈക്വൽ ടു I1 ഗിവൺ x0 ഈക്വൽ ടു j മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് x0 ഈക്വൽ ടു j. Okay? But I1 can be any value. So we have to sum over I1 also, sigma I1 equal to 0 to infinity. Okay? അപ്പോൾ ഇവിടെ നമുക്ക് ഇതേമാതിരി ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ നേരത്തെ ഈ പ്രോബബിലിറ്റിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി പി ഓഫ് x2 ഈക്വൽ ടു ഐ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതേമാതിരി നമ്മൾ പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഐയിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും സമ്മേഷൻ വരും. ഇവിടെ സമ്മേഷൻ കണ്ട് നമ്മൾ ഇതാവേണ്ട കാര്യമില്ല, അത് നമുക്ക് മനസ്സിലാവും. പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഐ ഗിവൺ, ആദ്യം എക്സ് എൻ ഈക്വൽ ടു ഐ തന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഗിവൺ എക്സ് എൻ മൈനസ് 1 എക്സ് എൻ മൈനസ്, അതായത് ഇതിനെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വിളിക്കാം. എക്സ് എൻ മൈനസ് 2 എക്സെട്ര x1. ഇതിന് പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഹിസ്റ്ററി. ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് പ്രസൻറ്റ് പിന്നെ ഹിസ്റ്ററി. ഇപ്പോൾ എക്സ് എൻ മൈനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സ് എൻ മൈനസ് 2 പ്രസൻറ്റ്, അതിൻ്റെ പിന്നിലേക്കുള്ളതെല്ലാം ഹിസ്റ്ററി. അങ്ങനെ. ഓക്കെ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എക്സ് എന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഇത് എല്ലാവരും വേണം എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു നമുക്ക് ഇതേമാതിരിയുള്ള പ്രോബബിലിറ്റീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് 1 സ്റ്റെപ്പ്. എക്സ് നോട്ട് തന്നാൽ x1 അല്ലെങ്കിൽ x1 തന്നാൽ x2, അത് നമുക്ക് അവൈലബിൾ ആണെന്ന് വിചാരിക്കാം. ആ ഒരു പ്രോബബിലിറ്റീസ് അവൈലബിൾ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് എക്സ് എൻ മൈനസ് 1
അറിഞ്ഞാൽ എക്സ് എൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ എഴുതിയിട്ടുള്ള കാര്യത്തിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഹിസ്റ്ററിനെ തൽക്കാലം ഒന്ന് മറക്കാൻ പോവാണ്. ഹിസ്റ്ററി മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിന് പകരം ഇങ്ങനെ എഴുതാം. പ്രോബിലിറ്റി ദാറ്റ് എക്സ് എൻ ഈക്വൽ ടു ഐ ഗിവൺ എക്സ് എൻ മൈനസ് എൻ ഈക്വൽ ടു ഐ എൻ മൈനസ്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പിൻ്റെ കാര്യം. അതേമാതിരി നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ എക്സ് എൻ മൈനസ് എൻ ഈക്വൽ ടു ഐ എൻ മൈനസ് വൺ ഗിവൺ എക്സ് എൻ മൈനസ്, ബാക്കിയെല്ലാം നമ്മൾ ഫർഗറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്കിവിടെ വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ചെയ്ത കാര്യം പ്രോബിലിറ്റി ദാറ്റ് എക്സ് എൻ ഈക്വൽ ടു ഐ ഗിവൺ എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു ഐ എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു ഈക്വൽ ടു ഐ എൻ മൈനസ് ടു, എക്സെട്ര എക്സ് വൺ ഈക്വൽ ടു ഐ വൺ, എക്സ് നോട്ട് ഈക്വൽ ടു ജെ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് വിചാരിച്ചു, എക്സ് എൻ ഈക്വൽ ടു ഐ ഗിവൺ എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു ഐ എൻ മൈനസ് വൺ. അപ്പോൾ ഇതൊരു അസംഷനാണ്. ഈ അസംഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ മാത്തമാറ്റിക്സ് കുറേ സിംപ്ലിഫൈഡ് ആവുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കളക്ഷനെ കുറിച്ച് ആലോചിക്കുകയാണ്, എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ്. അതിന് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. അതിന് ഈ പ്രോപ്പർട്ടി കൂടി ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇതിനെ നമുക്ക് മെമ്മറിലെസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. മെമ്മറിലെസ് പ്രോപ്പർട്ടി. അതെന്താ മെമ്മറിലെസ് എന്ന് പറയുന്നത്? നമ്മൾ പ്രസൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്യൂച്ചർ റാൻഡം വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. അതിന് നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററിനെ എന്ത് ചെയ്തു, മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മെമ്മറിലെസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അതായത് ഇത്രയും ഭാഗം നമ്മൾ മറന്നു കളഞ്ഞിട്ട് ഇത് മാത്രം ഉപയോഗിച്ചിട്ട് എക്സ് എന്നെ പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെ ഈ എക്സ് എൻ ഈ കളക്ഷന് ഈ പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കോവ് ചെയിൻ. മാർക്കോവ് ചെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ്റെ കാര്യമാണ്. ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ കളക്ഷൻ എക്സ് എൻ. ഇതിനെ എങ്ങനെ സ്റ്റഡി ചെയ്യാം, അതായത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു വൈ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നമുക്കിങ്ങനെ ഒരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അത് ഡിസ്ക്രീറ്റ് ടൈമിലാണ്, ടൈമിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ. പോസിബിൾ വാല്യൂസും ഡിസ്ക്രീറ്റ് ആണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ്, മാർക്കോവ് ചെയിൻ ആണ്. വിത്ത് ദിസ് അഡീഷണൽ പ്രോപ്പർട്ടി which we will call the Markov property അല്ലെങ്കിൽ മെമ്മറിലെസ് പ്രോപ്പർട്ടി നമ്മൾ ഇതിന് വിളിച്ചു. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുള്ള സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ. മാർക്കോവ് ചെയിൻ ആ ടൈമിൻ്റെ ഡിസ്ക്രീറ്റ്നെസ് കാണിക്കാൻ വേണ്ടി ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ. ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ. ഓക്കെ, ഈ പ്രോബബിലിറ്റീനെ, ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമ്മൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേമാതിരി റെപ്രസെൻ്റ് ചെയ്യാം. പി ഐ എൻ മൈനസ് വൺ ഐ. അതായത് ഒരു മെട്രിക്സിലെ ഐ എൻ മൈനസ് വൺത്ത് ഐ എൻട്രി അതേമാതിരി ഉണ്ട്. ഒരു മെട്രിക്സിലെ എൻട്രി പോലെ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പി ഓഫ് എക്സ് ടു ഈക്വൽ ടു ഐ എവിടെ നിന്ന് കിട്ടും, പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജെ. ഇതെല്ലാം എല്ലാ ജെക്കും ഈ പ്രോബബിലിറ്റീസ് അറിയാമെങ്കിൽ പി ഓഫ് എക്സ് ടു ഈക്വൽ ടു ഐ ഇതേമാതിരി കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മെമ്മറിലെസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എക്സ്പ്രഷനാണ് ഇവിടെ ഉള്ളത്. മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ ഒരു എക്സ് നോട്ട് അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ മെമ്മറിലെസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഈ എക്സ്പ്രഷൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ലുക്ക് ലൈക്ക് സിഗ്മ ജെ ഈക്വൽ ടു 0 to infinity, സിഗ്മ ഐ വൺ ഈക്വൽ ടു 0 to infinity, പി ഐ വൺ ഐ മൾട്ടിപ്ലൈഡ് ബൈ ഇത് എങ്ങനെയുണ്ടാവും, പി ജെ ഐ വൺ മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജെ. ഇവിടെ
ഈ മൾട്ടിപ്ലിക്കേഷനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാണ്. Pi1i ആദ്യം ഞാൻ Pji1 എഴുതുന്നു. അതായത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഒന്നും മാറ്റി. പിന്നെ i1. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സിഗ്മ i1 ഈക്വൽ ടു 0 to infinity. ഇവിടെ i1 വാരി ചെയ്യുമ്പോൾ ദിസ് ഈസ് ലൈക്ക് എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ പി എന്നുള്ളൊരു മെട്രിക്സ് അതിൻ്റെ ji1th എൻട്രി എന്ന് പറയുമ്പോൾ jth റോയിലെ i1th കോളത്തിലെ എൻട്രി അതിനെ Pi1 i കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഒരു i1 എന്നുള്ള ഇൻഡെക്സിൽ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എഫക്റ്റാണ് വരുന്നത്. അത് നമുക്ക് എന്ത് തരും? സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 0 to infinity പി ഇൻറ്റു പി സ്ക്വയർ മെട്രിക്സിൻ്റെ ijth എൻട്രി പോലെയുണ്ട്. സോറി, പി സ്ക്വയർ മെട്രിക്സിൻ്റെ jth എൻട്രി മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഇങ്ങനെയാണ്. അപ്പോൾ jth എൻട്രി ഇതേമാതിരി നമ്മളിവിടെ കൂടി ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്തിട്ട് ഇതിനെ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 0 to infinity ഈ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജെനെ ഞാൻ ആദ്യം എഴുതട്ടെ. പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജെ മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് പി സ്ക്വയർ ജെ ഐ. വീണ്ടും ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എഫക്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വേറെ രീതിയിൽ പറയാനായിട്ട് ഞാൻ ആൽഫ എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 എക്സെട്ര. അങ്ങനെ ഒരു വെക്ടറായിട്ടാണ് ഞാൻ ഈ ആൽഫ എടുക്കുന്നത്, റോ മെട്രിക്സ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ സമ്മേഷൻ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ പി സ്ക്വയർ മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ജെ നമ്മൾ വാല്യൂ ചെയ്യുന്നു. അതിൻ്റെ ith എൻട്രി ആണ് പി ഓഫ് എക്സ് ടു ഈക്വൽ ടു ഐ വരുന്നത്. ഇപ്പോൾ പി ഓഫ് എക്സ് ടു ഈക്വൽ ടു ഐ നമുക്ക് ആൽഫ പി സ്ക്വയർ ആ മെട്രിക്സിൻ്റെ ith, അത് റോ മെട്രിക്സ് ആയിരിക്കും, അതിൻ്റെ ith എൻട്രി ആണ് പി ഓഫ് എക്സ് ടു ഈക്വൽ ടു ഐ കിട്ടുക. അപ്പോൾ പി എന്നുള്ള മെട്രിക്സ് നമ്മൾ എങ്ങനെ ഫോം ചെയ്തു? ഇതേമാതിരി ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് ഫോം ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് ഒരെണ്ണത്തിൻ്റെ കേസിനും കൂടെ നോക്കി നോക്കാം. അപ്പോൾ x3 n ഈക്വൽ ടു 3 ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെയുണ്ടാവും നോക്കാം. x3 ഈക്വൽ ടു ഐ. അപ്പോൾ n ഈക്വൽ ടു 3 കൊടുത്താൽ ഇത് 3 - 1 2 വരും. സോ ഇത് തന്നെ എടുത്താൽ മതി, ഈ ഡോട്ട്സ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇവിടെ x3 ഈക്വൽ ടു ഐ given this will be x2 and this is i2. This is x2 equal to i2 multiplied by this will be n equal to 3 ആണ്. അപ്പോൾ x1 equal to i1, x1 equal to i1 minus. ഓക്കെ, ഡോട്ട്സ് വേണ്ട നമുക്ക്. ഇതേമാതിരിയാണ്. ഇതിനെ നമ്മൾ ഈ നൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സിഗ്മ ജെ ഈക്വൽ ടു 0 to infinity സിഗ്മ i1 ഈക്വൽ ടു 0 to infinity സിഗ്മ i2 ഈക്വൽ ടു 0 to infinity. ദിസ് വിൽ ബി, ഞാൻ ഇത് ആദ്യം എഴുതിക്കോട്ടെ, Pi1 i2 ഈ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് Pi1 i2 മൾട്ടിപ്ലൈഡ് ബൈ ഇതിനെങ്ങനെ എഴുതി ഞാൻ Pi2 i2 multiplied by e entry, this will be Pji multiplied by P of x not equal to
ഇവിടെ നമ്മൾ വീണ്ടും എന്ത് കാണുന്നു, I2 നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ലൈക്ക് എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സോ ദിസ് എൻട്രി ബിക്കംസ് എന്താണ്, P² എന്ന മെട്രിക്സിൻ്റെ I1 ith എൻട്രി, അതായത് I1 റോയിലെ I കോളത്തിലെ എൻട്രി മാതിരി ഉണ്ടാവും ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സമ്മേഷനെ മാറ്റിയിട്ട് ഈ സമ്മേഷന് പകരം ഇത് എഴുതുക, P² I1 I എഴുതുക. ഓക്കെ, P² I1 I. ഇനി ഈ സമ്മേഷൻ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. സിഗ്മ j = 0 to infinity, സിഗ്മ I1 = 0 to infinity. ഇത് ഞാൻ ആദ്യം എഴുതുന്നു, Pj I1 multiplied by P² I1 I multiplied by P of x not equal to j. വീണ്ടും I1 ഞാനിത് ഇവിടെ സം ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറും, P എന്നുള്ള മെട്രിക്സ് P² എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മാതിരി ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ jth എൻട്രി വരും. ഓക്കെ, അപ്പോൾ ഇതിന് ഇവിടെ ഞാൻ എനിക്ക് എന്താ എഴുതാം, P³ Ji എന്ന് എഴുതാം അല്ലേ, P³ Ji മൾട്ടിപ്ലൈഡ് ബൈ P of x not equal to j എന്ന് വരും. ഈ മൊത്തം സമ്മേഷനെ ഞാൻ ഇപ്പോൾ മാറ്റിയിട്ട് എന്ത് പറയും എഴുതും, ഇതിന് P³ Ji P³ Ji മൾട്ടിപ്ലൈഡ് ബൈ P of x not equal to j. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ആൽഫയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തു, ആൽഫ ഉപയോഗിച്ചിട്ട് P of x not equal to j നെ റെപ്രസെൻറ്റ് ചെയ്തു. അതുമാതിരി എഴുതാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ, P of x not equal to j മൾട്ടിപ്ലൈഡ് ബൈ P³ Ji. ഇവിടെ j വാല്യൂ ചെയ്യുന്നു. അപ്പോൾ P³ എന്നുള്ള മെട്രിക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആൽഫ എന്നുള്ള മെട്രിക്സ് കൊണ്ട്, റോ മെട്രിക്സ് ആണ് ആൽഫ, നേരത്തെ നമ്മൾ ആൽഫ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, അതേ ആൽഫ തന്നെയാണ്. അപ്പോൾ ആൽഫ P³ എന്നുള്ള മെട്രിക്സിൻ്റെ ith എൻട്രി ആണ് എന്ത് വരിക, P of x3 = I വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അസംഷൻ കൊണ്ടുവന്നാൽ ഇതേമാതിരി എൻട്രീസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P of x2 = I, that will be alpha P² മെട്രിക്സിൻ്റെ ith എൻട്രി. P of x3 = I, that will be alpha P³ ith എൻട്രി. അതേമാതിരി P of x1 = I, that will be alpha P എന്നുള്ള മെട്രിക്സിൻ്റെ ith എൻട്രി. ഇൻ ജനറൽ P of xn = I equal to alpha P raised to എന്നുള്ള മെട്രിക്സിൻ്റെ ith എൻട്രി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ സക്സസീവ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഇതായിരുന്നു നമ്മുടെ ഗോള്. P of xn = I, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, ഈ റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. x0 എന്നുള്ള ഇനീഷ്യൽ റാൻഡം വേരിയബിളിൻ്റെ ഇയാളുടെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട്, അതിനെയാണ് നമ്മൾ ആൽഫയിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് സക്സസീവ് റാൻഡം വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കലായിരുന്നു നമ്മുടെ ഗോള്. അത് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ സഹായിച്ചത് മെമ്മറിലെസ് പ്രോപ്പർട്ടി അഥവാ മാർക്കോവ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ആ പ്രോപ്പർട്ടിയിൽ ഈ കണക്ഷനെ നമ്മൾ മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കും. ടൈം ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ നമ്മളാണ് ഈ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ അങ്ങനെ ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇതേമാതിരി ഒരു ഡിസ്ക്രീറ്റ് കളക്ഷൻ, ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് ഇൻ ജനറൽ, അതിന് ഇതേമാതിരി ഒരു മെമ്മറിലെസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാർക്കോവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ. അങ്ങനെ ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ കേസിൽ നമ്മൾ കാണുന്നത് ഇതേപോലെയുള്ള മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, xnൻ്റെ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻസ്, x0ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമെങ്കിൽ അതിന് നമ്മൾ ആൽഫ എന്നുള്ള റോ മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി ആൽഫ P raised to n ൻ്റെ ith എൻട്രി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി പിയുടെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പിയുടെ എൻട്രീസിനെ നമ്മൾ വൺ സ്റ്റെപ്പ്, ഇതേമാതിരിയുള്ള എൻട്രീസ് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമേഷൻ നോക്കാം. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. Let us consider a collection of random variables xn
with possible value 0 with probability p, 1 with probability q. ഇപ്പോൾ 0 വേണമെങ്കിൽ ഒരു കോയിൻ ടോസിൽ നമുക്ക് ഹെഡ് കിട്ടണ ഇതാണെന്ന് വിചാരിച്ചോളൂ. അതുമാതിരി 1 എന്നുള്ളത് nth ടോസിൽ ടെയിൽ കിട്ടിയാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുന്നു വിചാരിച്ചോളൂ. ഈ കളക്ഷൻ എക്സ്ചേഞ്ച് നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസിൻ്റെ കളക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഇപ്പോൾ x100-നായാലും ഈ പ്രോബിലിറ്റീസ് മാറില്ല, x1000-നായാലും ഇതേ പ്രോബിലിറ്റീസ് ആണ് നിൽക്കുക. അതാണ് നമ്മൾ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ SN ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. x1 + x2 + etc. + xn ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഡിഫൈൻ ചെയ്താൽ നമുക്ക് കാണാം SN - 1 = x1 + etc. + xn - 1. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? SN = SN - 1 + xn. അപ്പോൾ സപ്പോസ് നമുക്ക് SN - 1 = I ആണെന്ന് അറിയാമെന്ന് വിചാരിക്കും. SN - 1 I ആണ്. അങ്ങനെയാണെങ്കിൽ SNൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഏതാണ്? ഒന്നുകിൽ SN നമുക്ക് I + 0 വരാം. അത് എപ്പോഴാണ്? XN 0 വരികയാണെങ്കിൽ SN = I + 0, I തന്നെ വരാം വിത്ത് പ്രോബിലിറ്റി p. അല്ലെങ്കിൽ SN I + 1 വരാം. അതെപ്പോഴാണ്? XN 1 ആവുകയാണെങ്കിൽ, അതായത് nth ടോസിൽ നമുക്ക് ടെയിൽ കിട്ടുകയാണെങ്കിൽ SNൻ്റെ വാല്യൂ നമുക്ക് I + 1 വരാം. പ്രോബിലിറ്റി ഇസ് Q ഫോർ ദാറ്റ്. അതായത് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് P of SN = I, കണ്ടീഷൻ ഓൺ SN - 1 = I. SN - 1 I തന്നു കഴിഞ്ഞാൽ SN I ആവാനുള്ള പ്രോബിലിറ്റി ഇതാ ഇവിടെ എന്താണ്? P. അതേമാതിരി SN = I + 1 ആവാനുള്ള പ്രോബിലിറ്റി SN - 1 I തന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വൽ ടു Q. വേറെ ഒരു പോസിബിലിറ്റിയും SN-ന് ഇല്ല. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് SN = some k given SN - 1 = I is 0 if k not equal to I or I plus I or I plus 1 അല്ലെങ്കിൽ SN-ന് ഒരു വേറൊരു പോസിബിലിറ്റി ഇല്ല. ഇതാണ് നമ്മുടെ. അപ്പോൾ കളക്ഷൻ SN-ന് നമുക്ക് XN ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് കളക്ഷൻ ആണ്. കളക്ഷൻ SN നോക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് അല്ല. SN ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? SN - 1 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ SN - 1 നടന്നു കഴിഞ്ഞാൽ SN - 2 തൊട്ട് ആ S0 അങ്ങനെയുള്ള ഹിസ്റ്ററി പാസ്റ്റ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കളക്ഷൻ SN ഏത് വകുപ്പിൽ വരും? ഡിസ്ക്രീറ്റ് ടൈം മാർക്കോ ചെയ്യുന്നുള്ള വകുപ്പിൽ വരും. പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ് വരിക? ഇപ്പോൾ SN-ൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ N വരിക. കാരണം x1 1 ആയി, x2 1, ഇതെല്ലാം 1 വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ SN-ൻ്റെ വാല്യൂ N വരും. അപ്പോൾ S100-ൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ 100 വരെ വരും. 0 തൊട്ട് 100 വരെ വരും S100-ന്. S1000-ൻ്റെ ആകുമ്പോൾ അത് 0 തൊട്ട് 1000 വരെ പോവാം പ്രോബബിൾ വാല്യൂസ്. മൊത്തത്തിൽ ഈ കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കളക്ഷൻ്റെ പോസിബിൾ വാല്യൂസ് ഏത് സെറ്റിലുണ്ടായിരിക്കും? 0, 1, 2 up to ഇൻഫിനിറ്റി വരെയുള്ള സെറ്റിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പോസിബിൾ വാല്യൂസ് ഇവിടെ ലിസ്റ്റ് ചെയ്യാണ്. S0, 1, 2, 3 etc. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കളക്ഷൻ SN-ൻ്റെ ഉള്ള കളക്ഷൻ്റെ സ്റ്റേറ്റ് സ്പേസ് എന്ന് വിളിക്കുന്നത്. പോസിബിൾ വാല്യൂസിൻ്റെ കളക്ഷൻ. അപ്പോൾ എല്ലാ SN-ൻ്റെ കൂടിച്ചേർന്നിട്ടുള്ള ആ കളക്ഷൻ്റെ പോസിബിൾ വാല്യൂസ്. ഇത് നമ്മളിവിടെ എഴുതി. ഇത് SN - 1-ൻ്റെ പോസിബിൾ വാല്യൂസ് ആണെന്ന് വിചാരിക്കാം. അതേമാതിരി SN-ൻ്റെ പോസിബിൾ വാല്യൂസ് നമ്മളിവിടെ 0, 1, 2, 3 ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ഈ സെല്ലിൽ നമ്മൾ 0 - 0 ട്രാൻസിഷൻ ചെയ്യപ്പെടാൻ പ്രോബിലിറ്റി മീൻസ് എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് SN = 0 given SN - 1 = 0. ഇതിനെയാണ് നമ്മൾ 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി ഫ്രം 0 to 0 എന്ന് വിളിക്കുന്നത്. അതിവിടെ എന്താണ് നമ്മൾ കണ്ടത്? ഇവിടെ നമ്മളത് P ആണ് നമ്മൾ കണ്ടത്. തൊട്ട് മുമ്പ് നമ്മൾ ഒബ്സർവ് ചെയ്തു. അതേമാതിരി 0 നിന്ന് 1 ട്രാൻസിഷൻ ചെയ്യപ്പെടാം. അതായത് SN - 0 ആയിരിക്കെ SN 1 ആവാനുള്ള പ്രോബിലിറ്റി Q ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. ഇനി SN-ന് വേറെ ഏതെങ്കിലും പോസിബിലിറ്റി SN - 0 ആണെങ്കിൽ SN-ന് വേറെ ഒറ്റ പോസിബിലിറ്റി ഇല്ലാത്തതിനാൽ ഇതെല്ലാം 0 എന്ന് എഴുതണം.
സോറി ദിസ് ഇസ് Q. സപ്പോസ് SN മൈനസും 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ ഇവിടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ SN 1 തന്നെ ആവാനുള്ള പ്രോബിലിറ്റി എന്ത് വരും? P. ഓക്കെ, സോ SN മൈനസ് 1 ആണെങ്കിൽ SN 1 ആവാനുള്ള പ്രോബിലിറ്റി P. ഇവിടെ ഉണ്ടോ? ഈ പ്രോബിലിറ്റി ഉണ്ടോ? ഇല്ല, 0. പിന്നെ ഏത് പോസിബിലിറ്റി ആണുള്ളത്? SN-നുള്ളത് 2 ആവാം അല്ലേ? 1 നിന്ന് 2ലേക്ക് ട്രാൻസിഷൻ ഉണ്ട്. അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? Q. അപ്പോൾ 2ൻ്റെ കേസ് എടുത്താൽ ഇവിടെ 0 1, ഇവിടെ 0 1. ഇത് 2ൽ നിന്ന് 2ലേക്ക് ട്രാൻസിഷൻ ഉണ്ടാകും. ഒരു സ്റ്റെപ്പിലെ ട്രാൻസിഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. PQ0. അങ്ങനെ ഒരു മെട്രിക്സ് ഇപ്പോൾ ഈ കേസിൽ അത് ഇൻഫിനിറ്റ് മെട്രിക്സാണ് വരുന്നത്, ഫോം ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്. ആ P ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു മാർക്കോവ് ചെയിൻ്റെ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യുക. ഇതൊരു പർട്ടിക്കുലർ എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് സ്റ്റേറ്റ് സ്പേസ് വന്നു. അത് എപ്പോഴും നിർബന്ധമില്ല. നമ്മൾ മോഡൽ ചെയ്യണ മാർക്കോവ് ചെയിനനുസരിച്ച് ഇൻഫിനിറ്റ് സ്റ്റേറ്റ് വരാം, അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റും വരാം. ഓക്കെ, അപ്പോൾ P എങ്ങനെയാണ് ഫോർമേഷൻ എന്നുള്ളത് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ മാർജിൻ പ്രോബബിലിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. XN ഈക്വൽ ടു J, XN മൈനസ് 1 ഈക്വൽ ടു I. ഈ ഒരു ഇതിനെന്താ പറയുക? ജോയിൻറ്റ് പ്രോബബിലിറ്റി ആണ്, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ XN മൈനസിൻ്റെ XN. എങ്ങനെ കാണാം? കണ്ടീഷണൽ ആർഗ്യുമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് XNJ, XN മൈനസ് 1 ഈക്വൽ ടു I മൾട്ടിപ്ലൈഡ് ബൈ P ഓഫ് XN മൈനസ് 1 ഈക്വൽ ടു I. അപ്പോൾ മാർജിനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്താ പറയുക? PIJ എന്ന് നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ആലോചിച്ചു. XN മൈനസ് 1 ഈക്വൽ ടു J, XN മൈനസ് 2 ഈക്വൽ ടു I. ഇതേമാതിരി ഞാൻ ആലോചിച്ചപ്പോൾ ദാറ്റ് ഈസ് P ഓഫ് XN മൈനസ് 1 ഈക്വൽ ടു J given XN മൈനസ് 2 ഈക്വൽ ടു I multiplied by P of XN minus 2 equal to I. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. ഇതിന് ഞാൻ PIJ എന്ന് എഴുതി. ഇവിടെയും വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. ഇതിന് PIJ എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഈ N-ന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഈ N അനുസരിച്ച് ഈ പ്രോബബിലിറ്റീസ് ഡിഫറെൻ്റ്, വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഡിഫറെൻ്റ് ആവുകയാണെങ്കിൽ ഇത് PIJ സെയിം PIJ തന്നെ ഇവിടെ വരണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്പെഷ്യൽ കേസിൽ വരും. അവിടെ ഒരു അസംഷൻ നമ്മൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് N-നെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് സ്റ്റെപ്പ് സൈസിനാണ് അവിടെ പ്രാധാന്യം. ദിസ് ഈസ് ഈ പ്രോബബിലിറ്റി ഇതും സെയിം ആണ്. ഇനി അത് എന്തിനോട് സെയിം ആണ്? X1 ഈക്വൽ ടു J ഗിവൺ X0 ഈക്വൽ ടു I. ഇവിടെയും വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ N-ന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് ആ അസംഷന് പറയുന്നത് ഹോമോജിനിറ്റി എന്നാണ്, ഹോമോജീനിയസ്. അപ്പോൾ നമ്മൾ പറയുന്ന മാർക്കോവ് ചെയിൻ ഈ പ്രോപ്പർട്ടി ഉള്ളതാണ്, ഹോമോജീനിയസ് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോബബിലിറ്റീസ് ഇവിടെ ഈസി ആയിട്ട് ഇതേമാതിരി P⁻n എന്നുള്ള മെട്രിക്സ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ജോയിൻറ്റ് പ്രോബബിലിറ്റീസ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇനിയിപ്പോൾ ഇതിലൊരു മിസ്സിങ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് XN-ഉം XN-2 അതിൻ്റെ ജോയിൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സെയിം കണ്ടീഷനിങ് ആർഗ്യുമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണെന്ന് കിട്ടി. ഇതറിയാം, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ അറിയാം. ഇവിടെ നോക്കി രണ്ട് സ്റ്റെപ്പിലെ കാര്യമാണ് പറയുന്നത്, വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ അല്ല. ഇതിൽ പറയുന്നത് നമുക്ക് 2 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയാണ്. N-ന് N-1 ഇടയ്ക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ ജനറൽ ഇതേമാതിരി എഴുതണം. PIJ N എന്നുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് XN ഈക്വൽ ടു J ഗിവൺ X0 ഈക്വൽ ടു I. ഇതിന് N സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. അപ്പോൾ വൺ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പിൽ ഇതേമാതിരി XN മൈനസ് XN.
എൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് എൻ, അതിൻ്റെ ഇടയ്ക്ക് എൻ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ പി ഐ ജെ എൻ എന്ന് എഴുതുകയാണ്. പി ഐ ജെ എൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, പി ഐ ജെ എൻ പ്ലസ് എം, ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് എക്സ് എൻ പ്ലസ് എം ഈക്വൽ ടു ജെ ഗിവൺ എക്സ് നോട്ട് ഈക്വൽ ടു ഐ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടീഷൻ ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചാൽ എക്സ് എൻ പ്ലസ് എം ഈക്വൽ ടു ജെ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു സം കെ നമ്മളെടുത്തു, എക്സ് നോട്ട് ഈക്വൽ ടു ഐ. ഇതവിടെ ഉണ്ട്, ഈ ഇൻഫർമേഷൻ കളയാൻ പറ്റില്ല. ഇപ്പോൾ പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു കെ ദിസ് മൾട്ടിപ്ലൈഡ് ബൈ ഗിവൺ എക്സ് നോട്ട് ഈക്വൽ ടു ഐ. ഇവിടെ എന്ത് ചെയ്യണം, എക്സ് എന്നിനെ കുറിച്ച് നമ്മൾ ഇവിടെ നോക്കിയേക്കാണ്. എക്സ് എൻ പ്ലസ് എം ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ എക്സ് എന്നിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊണ്ടുവന്നു, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കെ ഇത് സം ചെയ്യണം, അപ്പോഴാണ് ഈ ആർഗ്യുമെൻറ്റ് ഇതിനോട് ഈക്വൽ ആവും. ഓക്കെ, ഇത് കണ്ടീഷൻ പ്രോബിലിറ്റിയുടെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്കോവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ് നോട്ടിനെ കളയാം, കാരണം എക്സ് നോട്ട് ഹിസ്റ്ററിയാണ്, നമ്മുടെ പാസ്റ്റാണ്. മാർക്കോവ് ചെയ്യുന്ന പാസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഓവർ കെ. ഹോമോജിനിറ്റി ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് സൈസിനാണ് പ്രാധാന്യം, എന്നിന് എൻ പ്ലസ് എമ്മിനല്ല, അതിൻ്റെ ഡിഫറൻസിനാണ് പ്രാധാന്യം. ഡിഫറൻസ് എത്രയാണ്, എം. അപ്പോൾ പി കെ ജെ എം, ഇതെന്താണ്, ഇവിടെ ഡിഫറൻസ് എൻ, അത് പി ഐ കെ എൻ. ഓക്കെ, സോ വി ആർ ഒബ്സർവിംഗ് ദാറ്റ് പി ഐ ജെ എൻ പ്ലസ് എം ഈസ് പി ഐ കെ എൻ മൾട്ടിപ്ലൈഡ് ബൈ പി കെ ജെ എം. അതെന്താ അങ്ങനെ എഴുതുന്നത്, ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഛായ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പി ഐ കെ എൻ മൾട്ടിപ്ലൈഡ് ബൈ പി കെ ജെ എം സമ്മേഷൻ ഓവർ കെ. അപ്പോൾ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെ വന്നു. എന്നിന് എമ്മിന് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പി ഐ ജെ 2, അതായത് 2 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി. എൻ ഈക്വൽ ടു എം ഈക്വൽ ടു 1 ഞാൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സിഗ്മ ഓവർ കെ. ഇതെന്ത് വരും, പി ഐ കെ 1 എന്ന് പറഞ്ഞാൽ പി ഐ കെ തന്നെയാണ്, 1 സ്റ്റെപ്പ് അല്ലേ. അതുമാതിരി പി കെ ജെ 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ. നോക്കിയേ, പി ഐ കെ പി കെ ജെ അതെന്ത് മൾട്ടിപ്ലിക്കേഷനാണ്, സിഗ്മ ഓവർ കെ, ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെ വരും. സോ ഇതെന്താണ്, പി സ്ക്വയർ എന്നുള്ള മെട്രിക്സിൻ്റെ ഐ ജെത്ത് എൻട്രി വരിക ഏത്, 2 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി. ഇൻ ജനറൽ എൻ പ്ലസ് എം ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ടു ദ പവർ എൻ പ്ലസ് എന്നുള്ള മെട്രിക്സ് എടുക്കുക, അതിൻ്റെ ഐ ജെത്ത് എൻട്രിയാണ് ഈ എൻ പ്ലസ് എംത്ത് ട്രാൻസിഷൻ പ്രോബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ റിസൾട്ട്, അതായത് പി ഐ ജെ എൻ പ്ലസ് എം ഈക്വൽ ടു ദിസ് ഈക്വൽ ടു സിഗ്മ ഓവർ കെ. ഈ എക്സ്പ്രഷനെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് മാർക്കോവ് ചെയിനെ സംബന്ധിച്ചിടത്തോളം, ദാറ്റ് ഈസ് കോൾഡ് ചാപ്മാൻ-കോൾമോഗൊറോവ് തിയറം. ചാപ്മാൻ-കോൾമോഗൊറോവ് ഇക്വേഷൻ എന്ന് പറയും. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതേമാതിരിയുള്ള ജോയിൻറ്റ് പ്രോബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ചില ഇൻഫർമേഷൻ മിസ്സിംഗ് ആയിരിക്കാം, എന്നാലും നമുക്കതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, 2 സ്റ്റെപ്പിൻ്റെ കാര്യമാണ് ഇവിടെ വേണ്ടത്. ആ 2 സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് എന്തായിരിക്കും, പി സ്ക്വയർ എന്നുള്ള മെട്രിക്സിൻ്റെ ഐ ജെത്ത് എൻട്രി വരിക, ഈ പ്രോബിലിറ്റി ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ പി ഓഫ് എക്സ് എൻ മൈനസ് 2 ഈക്വൽ ടു. അങ്ങനെ ഈ ജോയിൻറ്റ് ഇതുമാതിരി ഏത് ജോയിൻറ്റ് പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാർക്കോവ് ചെയ്യുന്ന ഇത്രയും ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻസും ഒക്കെ വരുന്നത്.